ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു യാത്രയാണ്. അപ്പം മഴയൊക്കെ കൊണ്ട് നമ്മൾ ഈ യാത്ര പോകുന്നത് കൊട്ടിയൂരേക്കാണ്. ആക്ച്വലി ഈ വീഡിയോ എടുത്തിട്ട് ഞാൻ കുറച്ച് ദിവസമായി, പക്ഷെ മടി കാരണം എഡിറ്റ് ചെയ്യാതിരുന്നതാണ്. അപ്പൊ ഒടുക്കത്തെ ബ്ലോഗൊക്കെ ആയിരുന്നു. ഏകദേശം 1.5 മണിക്കൂർ നമ്മൾ ബ്ലോക്കിൽ പെട്ടിട്ടാണ് അവസാനം അമ്പലത്തിലേക്ക് എത്തിയത്. അമ്പലത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തിരക്കൊക്കെ ഉണ്ടായിരുന്നു. സാധാരണ സമയത്ത് ഇതിലൂടെ നമുക്ക് നടന്നു പോകാൻ പറ്റും. ഇപ്രാവശ്യം മഴ കൂടുതൽ കാരണം അതൊന്നും നടന്നില്ല. പക്ഷേ ഈ പോകുന്ന വഴിയിൽ തന്നെ 2 വഴിയുണ്ട്. ഈ വെള്ളത്തിലൂടെ അല്ലാതെയും പോകാൻ പറ്റും. പക്ഷെ ഞാൻ കൂടുതലും ഇതുവഴി പോകുന്നതിനാണ് പ്രിഫർ ചെയ്യുക, കാരണം അതൊരു പ്രത്യേകതര ഒരു നൊസ്റ്റാൾജിയാണ്. പിന്നെ നമ്മൾ കൂടുതലും രാത്രി എത്തിയത് കൊണ്ട് തന്നെ വലിയ തിരക്കുണ്ടായിരുന്നില്ല, കുറച്ച് ചെറിയ ക്യൂവേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ കൂടുതലും രാത്രിയാണ് ഞാൻ പോയിട്ടുള്ളത്, കഴിഞ്ഞ വർഷമായാലും അതിന് മുന്നത്തെ വർഷമായാലും. കാരണം രാത്രി ആകുമ്പം കുറച്ചും കൂടെ തിരക്ക് കുറവുണ്ടാവും. കാരണം രാവിലെ ഒന്നും അങ്ങോട്ട് അടുക്കാൻ പറ്റാത്ത തിരക്കാണ്. കാരണം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ പുറത്ത്, അതായത് കേരളത്തിൽ നിന്ന് പുറത്തുനിന്ന് ഒരു ആൾക്കാർ വരുന്ന ഒരു അമ്പലമായി കൊട്ടിയൂർ മാറിയിട്ടുണ്ട്. കൊട്ടിയൂർ അമ്പലത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിലാകെ 1 മാസം മാത്രമേ അമ്പലം തുറക്കുകയുള്ളൂ. അപ്പൊ ആ 1 മാസത്തേക്ക് മാത്രമായിട്ടാണ് ഇതെല്ലാ ചടങ്ങുകളും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും. ഈ കൊട്ടിയൂർ തന്നെ 2 ഉണ്ട്, അക്കരെ കൊട്ടിയൂരും ഇക്കരെ കൊട്ടിയൂരും ഉണ്ട്. അപ്പം മറ്റേ സ്ഥലത്ത് അമ്പലം എല്ലാം എപ്പോഴും തുറക്കുന്നതാണ്. അമ്പലത്തിലെല്ലാം പോയി നമ്മൾ പതുക്കെ തിരിച്ചു പോകാനുള്ള സമയം. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഷർട്ടിലൊക്കെ ഒന്ന് ചളിയായിരുന്നു, അതൊക്കെ കഴുകി അങ്ങനെ അവസാനം നമ്മൾ എല്ലാം കണ്ടു, ദൈവത്തിനെയും കണ്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് കാണാം. Bye guys.